ചരിത്ര വിജയം ലഭിക്കുമെന്ന് മൂന്ന് മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പക്ഷേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് LDF-നും UDF-നും BJP-ക്കും UDF-ന് പോലും അവിടെ സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടും എന്ന് തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ LDF-ന് അടക്കം എല്ലാവർക്കും സിറ്റിംഗ് സീറ്റ് 12 മുതൽ 14 വരെ സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ UDF-ന് ഒരു കാരണവശാലും പേടിക്കാനില്ല. കാരണം അവർക്ക് 12 മുതൽ 13 വരെ സീറ്റുകൾ സിറ്റിംഗ് ഇല്ല. അവർക്ക് 10ഓളം സീറ്റുകൾ മാത്രമാണ് അവിടെ സിറ്റിംഗ് സീറ്റുകൾ ഉള്ളത്. പേടിക്കേണ്ടത് ഇടതുപക്ഷത്തിനും BJP-ക്കും. സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടില്ല, ഇനിയും സീറ്റ് നില ഉയർത്തുമെന്നാണ് ഇപ്പോൾ. അല്ല, 100% നോക്കൂ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സിറ്റ് പോളുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അനന്തപത്മനാഭന്റെ മണ്ണിൽ ഭരണസിരാ കേന്ദ്രങ്ങളുടെ ഓഫീസുകൾ ഇരിക്കുന്ന ഒരു മണ്ണിൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF-ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു 10ഓളം സീറ്റുകളിൽ മാത്രം ഒതുങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് അതോളം വലിയ നാണക്കേട് മറ്റൊന്നില്ല എന്നുള്ളതാണ്. അവിടെ BJP-യുടെയും അതുപോലെ തന്നെ CPM-ന്റെയും തമ്മിലുള്ള ഒരു മത്സരമാണ്. അവിടെ നോക്കുകുത്തികളെ പോലെ മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം UDF-നുണ്ടായ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇത്തവണ 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ UDF ഇന്റേണലി ഒരു തീരുമാനമെടുക്കുന്നു. നയിക്കാൻ ഒരു നായകൻ വേണം. വെറുതെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതി മാറി നിൽക്കാൻ സാധിക്കില്ല. അതിനവർ നിയോഗിക്കുന്നത് ഈ പറയപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ അധികായന്മാരുടെ പേരെടുത്താൽ ആദ്യത്തെ 4ഓ 5ലോ ഒക്കെ വരുന്ന G. കാർത്തികേയന്റെ മകനും മുൻ അരുവിക്കര MLA-യുമായിട്ടുള്ള ശബരിനാഥനെ നിയോഗിക്കുകയാണ്. ശബരിനാഥൻ പാർട്ടി പറയുന്ന, മുന്നണി പറയുന്ന ഈ ഒരു കാര്യത്തെ ശിരസാ വഹിച്ചുകൊണ്ട് അവിടെ ലീഡറുടെ മകൻ കെ മുരളീധരന്റെ, അതായത് MLA-യും MPയും ഒക്കെ ആയിട്ടുള്ള കെ മുരളീധരന്റെ നേതൃത്വത്തിൽ അയാൾ തന്ത്രങ്ങൾ മെനയുന്നു, മുന്നിൽ നിന്ന് നയിക്കാൻ ശബരിനാഥൻ. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആണ്. ഈ സ്ട്രാറ്റജി നോക്കൂ, പലയിടങ്ങളിലും കോൺഗ്രസ് പിന്നീട് ഏറ്റുപിടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. തൃശൂർ ജില്ലയിൽ അടയാട്ട് പഞ്ചായത്തിൽ വടക്കാഞ്ചേരി മുൻ MLA ആയിരിക്കുന്ന അനിലക്കര അവിടെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പലയിടങ്ങളിലും വലിയ മുഖങ്ങൾ, ഇപ്പോ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ജിൻഡോ ജോൺ മത്സരിക്കുന്നു. ജിൻഡോ ജോണൊക്കെ MLA സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നവരുടെ പേരിലുള്ള ആളുകളാണ്. ഇത്തരത്തിൽ പ്രമുഖന്മാരായ നേതാക്കന്മാർക്കെല്ലാം പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും മത്സര രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു ട്രെൻഡിലേക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് കോൺഗ്രസ് വന്നിട്ട് G. കാർത്തികേയന്റെ മകൻ, അല്ലെങ്കിൽ മുൻ അരുവിക്കര MLA നമ്മുടെ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നതല്ല. കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ റൂട്ട് ലെവലിൽ ചെയ്തു വെച്ചതിന്റെ ഫലമാണ്. ഇതിന്റെ പ്രശ്നം അവിടെയാണ്. കഴിഞ്ഞ 4-5 മാസക്കാലമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളുള്ളത്. ഈ KS ശബരിനാഥന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കാർത്തികേയൻ മരിച്ച് ആ സഹതാപ തരംഗത്തോടൊപ്പം തന്നെയാണ് ഈ KS ശബരിനാഥൻ അവിടെ MLA ആയി, അരുവിക്കരയിൽ MLA ആയി വരുന്നത്. പക്ഷേ അവിടെ 5 വർഷക്കാലം ശബരിനാഥൻ എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന്റെ കൃത്യമായ ഫലമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയിലേക്ക് ശബരിനാഥനെ നയിച്ചത്. അത് അരുവിക്കരയിലെ ആളുകളോട് സംസാരിച്ചാൽ അറിയാം. എന്റെ മണ്ഡലമാണ് അരുവിക്കര. സംസാരിച്ചാൽ അറിയാം, അവിടെ അത്രത്തോളം പ്രവർത്തനങ്ങൾ ദുർബലമായിരുന്നു. ഒരു പ്രവർത്തനങ്ങൾ തന്നെയും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വസ്തുത. അതിന്റെ ജനവിധി തന്നെയായിരുന്നു ശബരിനാഥന്റെ വലിയ പരാജയം. അപ്പോൾ എന്ത് വിശ്വാസത്തിൽ 5 വർഷം കിട്ടിയിരുന്നോ? കാർത്തികേയൻ മരണപ്പെട്ടതിന് ശേഷം ബൈ ഇലക്ഷനിലാണ് അദ്ദേഹം വരുന്നത്. നോക്കൂ, രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ ഒരു IT പ്രൊഫഷണലായി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ശബരിനാഥനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വിജയിക്കുക എന്നത് ഒരു വലിയ ഫാക്ട് ആയിരുന്നു അവിടെ. അതിന് കാർത്തികേയന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ വേണം എന്ന തീരുമാനത്തിൽ നിന്നാണ് ശബരിനാഥൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. രാഷ്ട്രീയത്തിൽ വലിയ പരിചയമൊന്നും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം MLA ആയി വിടുന്നതിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ വിജയത്തെ 100% പരാജയത്തെ 100% പാർട്ടിയും ശബരിനാഥനും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ശബരിനാഥൻ അങ്ങനെയല്ല. സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം എന്തെന്ന് പഠിച്ചൊരു ശബരിനാഥനാണ് ഇന്നുള്ളത്. നമുക്ക് ഒരുപക്ഷെ ആറ്റിങ്ങൽ MP ആയിരിക്കുന്ന അടൂർ പ്രകാശ് കോന്നിയിലേക്ക് മത്സരരംഗത്തേക്ക് പോയാൽ ആറ്റിങ്ങലിൽ MP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രഥമ പേരുകാരൻ ശബരിനാഥനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും അവിടെ ശബരിനാഥൻ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നതാണ്, അണിയറ ചർച്ചകൾ വന്നതാണ്. അപ്പോൾ ശബരിനാഥന്റെ പാസ്റ്റ് മേഘ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. 100% അരുവിക്കര MLA എന്ന നിലയിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിട്ടുനിന്ന MLA തോറ്റതിന് ശേഷം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ അരുവിക്കര പോലുള്ള സ്ഥലങ്ങളിൽ UDF-ന് ഇപ്പോഴും പ്രാതിനിധ്യം ഏറിയിരുന്നേനെ. പക്ഷെ അവിടെയാണ് പിഴച്ചു പോയത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കഴിഞ്ഞ 4 മാസം നടത്തിയ പ്രവർത്തനങ്ങൾ അരുവിക്കര സ്വന്തം സ്ഥലത്ത് ചെയ്തിരുന്നുവെങ്കിൽ UDF-ന് അവിടെ വേരോട്ടം കൂടുതൽ ഉണ്ടാവാൻ സാധിച്ചേനെ.
ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഇപ്പം സി ആർ മഹേഷ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയുടെ നിലവിലത്തെ MLA ആദ്യ തവണ അവിടെ പരാജയപ്പെടുന്നു. 5 വർഷക്കാലം അയാൾ അവിടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് അയാളെ വീണ്ടും MLA ആക്കിയത്. ഇന്ന് കേരളത്തിൽ ഏതൊരു MLA കുറിച്ച് സംസാരിച്ചാലും സി ആർ മഹേഷിനെ മാതൃകയാക്കാൻ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അയാളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അത്തരത്തിൽ ഒരു പക്ഷേ ശബരിനാഥൻ അങ്ങനെ ഒരു അരുവിക്കരയോടുള്ള താല്പര്യം കുറവുകൊണ്ടായിരിക്കാം മറ്റു മേഖലകളിലേക്ക് അയാളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കാൻ, ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ UDF ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 12 സിറ്റിംഗ് സീറ്റുകൾ LDF നഷ്ടമാകുമെന്ന് പറയുന്നതും 14 സിറ്റിംഗ് സീറ്റിൽ BJP തോക്കുമെന്ന് പറയുന്നത്. അപ്പൊ ആരധികാരത്തിൽ അവിടെ വരും? നോക്കൂ, ഇടതുപക്ഷം ഭരിക്കുന്നു, ആര്യ രാജേന്ദ്രൻ മേയർ ആവുന്നു, പിന്നീട് ഉണ്ടാകുന്ന 5 വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ BJP പറയുന്നത് എന്താ? BJP 2 മേയർ സ്ഥാനാർത്ഥിമാർ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്, VV രാജേഷിനും ശ്രീലേഖ IPS. അപ്പോൾ കഴിഞ്ഞ ദിവസം VV രാജേഷിന്റെ ഒരു ബൈറ്റിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് BJPയുടെ അധികാരത്തിലെത്തിയാൽ 10-ാം ദിവസം നരേന്ദ്രമോദി വരും. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറുന്ന പ്രവർത്തനങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. VV രാജേഷ് പറയുന്ന കേട്ടാൽ എനിക്ക് തോന്നുന്നത് 28 സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ എന്നും ആ കോർപ്പറേഷൻ ഭരിക്കുന്ന ഈ BJPക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് പ്രധാനമന്ത്രി പറഞ്ഞൊരു പോസ്റ്റ് ഡൽഹിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്തും പറയാം എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് BJPയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. ഇപ്പൊ BJPയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് മുതലാളി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കാണാതെയുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവാണ്. കുറച്ച് പണം എറിഞ്ഞു കൊടുത്താൽ ഇവരെല്ലാം ചെയ്തോളും. ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ജനങ്ങളെ അറിയുന്ന, പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അറിയുന്ന നേതാക്കന്മാർ ഇതിന്റെ തലപ്പത്തിരുന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആ കാര്യത്തിലൊക്കെ കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ വലിയ വിജയമായിരുന്നു എന്ന് പറയും. പുറത്തുനിന്ന് നോക്കുന്നില്ല, പാർട്ടിക്കാർക്കിടയിലുള്ള കാര്യമാണ് ഞാൻ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അടിത്തട്ടിലുള്ള ഭിന്നത, പണ്ട് UDF ഉണ്ടായിരുന്ന ഈ അടിപിടി വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുന്നവരെ വീട്ടുമേ കയറി പിടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത്തരം സംഭവവികാസങ്ങൾ പുറത്തു വരുമ്പോ ആളുകൾ രണ്ടുവട്ടം ചിന്തിക്കില്ലേ? അപ്പന്മാരെ ജയിപ്പിച്ചു വിട്ടാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇവരിലേക്ക് കൂടെ നടക്കുന്നവന്മാര് ഈ സ്വഭാവക്കാരാണെങ്കിൽ അതെല്ലാം ഇലക്ഷനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഉള്ള ഈ ഒരു എക്സിറ്റ് പോൾ, അതായത് 12 സിറ്റിംഗ് സീറ്റുകൾ CPM-നും 14ഓളം സീറ്റുകൾ BJP-യും പരാജയപ്പെടുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിനും സിറ്റിംഗ് സീറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. സീറ്റിന്റെ എണ്ണം പറയാൻ വേണ്ടിയുള്ള സീറ്റൊന്നും നിലവിൽ അവർക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം, ജയിക്കുമെന്നോ മേയറാകാൻ പറ്റുമെന്നോ ഉള്ളതല്ല. പക്ഷെ അവിടുത്തെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന, ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുക UDF നേടുന്ന സീറ്റുകളായിരിക്കും. വളരെ നിർണായകമായ ഒരു ഇലക്ഷനെയാണ് തിരുവനന്തപുരം നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ ട്രെൻഡ് കേരളം മുഴുവൻ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. എല്ലായിടവും അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളുണ്ട്.